തുടങ്ങുകയാണ്. എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പോക്സോ, ബാലനീതി വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഈ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ഹൃദയം നുറുങ്ങാത്ത മലയാളികളില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനേക്കാൾ ആഘാതമുണ്ടാക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ കുഞ്ഞ് 3 വയസ്സുകാരി നിരന്തരമായി പീഡനത്തിന് ഇരയായിരിക്കുന്നു, ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്ന വാർത്ത എന്ന വിവരം വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കുഞ്ഞിന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിലാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ആജ്ഞ? ഭവ്യ, കഴിഞ്ഞ ദിവസം ഈ അമ്മയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നതിന് മുൻപുള്ള സമയം മാത്രമായിരുന്നു പോലീസിനെ ചോദ്യം ചെയ്യാൻ കിട്ടിയിരുന്നത്. ആ സമയത്തും ഡിവൈഎസ്പി നമ്മളോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. അതായത് ഈ 2 ദിവസത്തെ സമയം ഞങ്ങൾക്ക് വേണം, മറ്റ് ചില കേസുകൾ സെറ്റിൽ ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. അന്നേരം നമ്മൾ കരുതിയത് മറ്റേതെങ്കിലും കേസുകളുടെ കാര്യമായിരിക്കും. കാരണം ഒരുപാട് കേസുകൾ ഇവിടെ ഉണ്ട്. അത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ്. ഒരുപാട് കേസുകൾ ഇവിടെയുണ്ട്. അത് സെറ്റിൽ ചെയ്യാനുള്ള സമയം വേണം. അതുകൊണ്ട് 2 ദിവസ സമയത്തിന് ശേഷം ചിലപ്പോൾ കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇത്തരത്തിലൊരു മെസ്സേജ് കിട്ടിയിട്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ റിമാൻഡിലെത്തുന്നത് വരെയുള്ള ചോദ്യം ചെയ്യലിനുള്ളിൽ, അമ്മയുടെ ചോദ്യം ചെയ്യലിനുള്ളിൽ എന്തെങ്കിലും ഒരു ഹിന്റ് പോലീസിന് കിട്ടിയിട്ടുണ്ടാകാം. അത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി വന്ന ശേഷം അതിനുശേഷമാണ് കുഞ്ഞിന്റെ ശരീരം സംസ്കരിച്ചത്. ഇത്രയും സമയത്തിനുള്ളിൽ അത് കൃത്യമായ തെളിവോട് കൂടി ഈ പ്രതി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും പോലീസ് അടച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കസ്റ്റഡിയിലെടുക്കുന്ന ഒരു മൂവിലേക്ക് പോലീസ് നീങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞിന്റെ അമ്മയുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്തിരുന്നു. കുഞ്ഞിന്റെ അമ്മയുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അച്ഛനെയും സഹോദരനെയും അച്ഛൻ്റെ അമ്മയെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ നിരവധി പേരുടെ മൊഴിയെടുത്ത ശേഷമാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് കേസ് അന്വേഷിക്കുക. എന്നിരുന്നാൽ പോലും ഭവ്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയത് ഈ പെൺകുട്ടിയുടെ മരണം കേട്ടുകൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് കാരണമായ ചില ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഈ 2 ദിവസത്തെ സമയം ചോദിച്ചത് എന്നുള്ള കാര്യത്തിൽ തന്നെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു പക്ഷേ വ്യക്തത ഉണ്ടായിരിക്കാമോ എന്നുള്ള അനുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളിലൂടെ അമ്മ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകാം, ഇതുമായി വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നടത്തിയിട്ടുണ്ടാകാം തുടങ്ങിയ അനുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ ഇനിയും വ്യക്തത വരണമെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരണം. എന്തായാലും കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരനാണ് കസ്റ്റഡിയിലുള്ളത്. 3 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം 2 പേരെ വിട്ടയച്ച ശേഷം ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് ഇന്ന് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് രേഖപ്പെടുത്തും. എന്നിരുന്നാൽ പോലും 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലേക്ക്, ഒരു കുഞ്ഞിൻ്റെ തിരോധാനവും അതേ തുടർന്നുണ്ടായ മരണവും ഒക്കെ വിരൽ ചൂണ്ടുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. എന്നിരുന്നാൽ പോലും ഇത്തരം പിടിയുള്ള ആളുകളുടെ കൂട്ടത്തിലാണല്ലോ നമ്മൾ ആ സംസ്കാര ചടങ്ങുകൾ കണ്ടതാണ്. സംസ്കാര ചടങ്ങിൽ ഇവരുടെ ഈ കുഞ്ഞിൻ്റെ ഈ ചെറിയച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. എന്തിനായിരുന്നു ഈ ഷോ ഓഫ് എന്നുള്ള തരത്തിലേക്ക് എന്തിനായിരുന്നു ഇങ്ങനെ ഇത്രയും ഡ്രമാറ്റിക്കായിട്ട്, ഇത്രയും നാടകീയമായിട്ട് ഒരു മരണത്തെ കൊണ്ടെത്തിച്ചത് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു നിർണായക വഴിത്തിരിവ് തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളേറെ വേദനിപ്പിക്കുന്ന ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രമാത്രം വലിയൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ
തന്നെ കുഞ്ഞിന്റെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഈ ബന്ധുവിലേക്ക് തന്നെയാണോ അന്വേഷണം പോകുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? ഇയാൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഉടൻ ഉണ്ടാകുമോ? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, ഇനി എന്തായാലും പോക്സോ പ്രകാരം പുതിയ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് ആരംഭിച്ചു. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയോ പോലീസ്? ഭവ്യ, FIR ഇട്ട് പുതിയ FIR ഈ കേസിൽ ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇയാളുടെ അറസ്റ്റ് ഇനി അല്പസമയത്തിനുള്ളിൽ രേഖപ്പെടുത്തും. കസ്റ്റഡിയിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത്. 3 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനെടുത്തിട്ടുള്ളത്. അതിൽ 2 പേരെ വിട്ടയക്കുകയും ചെയ്തു. പോലീസിന് സംശയം തോന്നിയ അടുത്ത ബന്ധുക്കളായ 3 പേരെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം കുഞ്ഞിന്റെ ചെറിയ ചാനലിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുകയും അയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുകയുമാണ്. അല്പസമയത്തിനുള്ളിൽ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നത് അങ്ങനെയാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതായത് പോക്സോ കേസാണ് ഇപ്പോൾ ഈ പിതാവിന്റെ സഹോദരനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലപാതകത്തിന്റെ കേസിൽ കുട്ടിയുടെ അമ്മ ഓൾറെഡി അറസ്റ്റിലാണ്, ഓൾറെഡി റിമാൻഡിലാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കേസിൽ തന്നെ രണ്ടാമതൊരു കേസ് കൂടി വന്ന് പോക്സോ ചുമത്തിയും അതുപോലെ ബാലനീതി നിയമപ്രകാരവുമുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചുള്ള വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് ഇനി കുഞ്ഞിന്റെ അമ്മയെ ഇന്ന് തന്നെ ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു രഹസ്യമായ അങ്ങേയറ്റം രഹസ്യമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പുത്തൻകുരിശും ആലുവ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായിട്ട് റൂറൽ SP ഹേമലത വ്യക്തമാക്കി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള അന്വേഷണം ഈ 2 പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം തന്നെ ആലുവ DYSP TR രാജേഷ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: 2 ദിവസത്തെ സമയം വേണം കസ്റ്റഡിയിൽ വാങ്ങാൻ, മറ്റു കേസുകൾ കൂടി തീർക്കാനുണ്ട്. ആ മറ്റു കേസ് എന്ന് പറയുന്നത് ഇത് അതീവ രഹസ്യമായി തന്നെയാണ് പോലീസ് വെച്ചത്. പക്ഷേ പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യം, അതല്ലെങ്കിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഇത്തരത്തിലൊരു അനുമാനത്തിലേക്കോ കണ്ടെത്തലിലേക്കോ പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം വെളിപ്പെടുത്താതിരിക്കാൻ അങ്ങേയറ്റം പോലീസ് ശ്രദ്ധിച്ചത്. മാത്രമല്ല, പോലീസിന്റെ ഈ ഒരു കേസിൽ, പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ പോലീസിന്റെ നീക്കവും എല്ലാ തരത്തിലുള്ള ഡെഡിക്കേഷനും അങ്ങേയറ്റം അഭിനന്ദനാർഹമായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ കണ്ടതാണ്, ഈ കുഞ്ഞ് പുഴയിൽ വീണപ്പോൾ മുതൽ ഈ മൂഴിക്കുളം പാലത്തിൽ സകലമാന സന്നാഹങ്ങളോടെയും പോലീസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ കൂട്ടുന്നു. സാധാരണ ഇത്തരം ഒരു കേസിൽ കാണിക്കുന്ന ആർജവമായിരുന്നില്ല പോലീസ് ഈ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി കാണിച്ചത്. കാരണം അന്നേരം അമ്മയുടെ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം, മൊഴി അടിസ്ഥാനത്തിൽ അമ്മയെ ആശ്രയിച്ചല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് പോലീസുണ്ടായിരുന്നത്. അതും അമ്മയെ വിശ്വസിച്ച് തന്നെ ആ പുഴയിലേക്ക് പോലീസുകാർ ഉൾപ്പെടെ ഇറങ്ങി കുഞ്ഞിനെ തിരയുന്ന ഒരു സാഹചര്യം അതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ മുതൽ ഇങ്ങോട്ട്, അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കാണാതായപ്പോൾ മുതലുണ്ടായിരുന്ന പോലീസ് നീക്കം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. കൃത്യമായി ഇത് പോലീസിന് അങ്ങേയറ്റം അഭിനന്ദനാർഹം ഒരു നീക്കം തന്നെ എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു കേസ് കൂടിയാണ്. കാരണം ഈ കുഞ്ഞ് പീഡനത്തിനിരയായി എന്നുള്ള കാര്യം പോലീസ് ഒരു ഹിന്റ് പോലും, മീഡിയക്കാട്ടെ ആർക്കുമാകട്ടെ, ഒരു ഹിന്റ് പോലും എവിടെ നിന്നും ലീക്ക് ചെയ്യാതെ അയാളെ ആ കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെ അത് അത്രയും അതീവ രഹസ്യമായിട്ട് പോലീസ് സൂക്ഷിച്ചു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. കാരണം ഈ ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് പോലീസ് കൃത്യമായി എത്തേണ്ടതുണ്ടായിരുന്നു, കൃത്യമായ ആളിലേക്ക് പോലീസ് എത്തേണ്ടതുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ ഭവ്യ കേസിന്റെ മാനം തന്നെ മാറും. ഏത് സാഹചര്യത്തിലാണ് കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള സൂചിപ്പിച്ചത് വളരെ നിർണായകമായ കാര്യമാണ്. ഏത് സാഹചര്യത്തിലാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നത്, അതിനുള്ള കാരണം എന്തായിരുന്നു, ആ കാരണം അത് വീട്ടിൽ തന്നെയായിരുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ ഇനി വീണ്ടും ആജ്ഞ പറഞ്ഞതുപോലെ തന്നെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേ മതിയാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചുരുളഴിയാത്ത കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് ആ ഒരു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അജ്ഞ കേൾക്കാമോ? എറണാകുളം ആലുവയിൽ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു കസ്റ്റഡിയിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. കുഞ്ഞ് നിരന്തരം പീഡനത്തിന് ഇരയായി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. അജ്ഞ തുടരാം.
ഭവ്യ, അല്പസമയത്തിനകം എന്തായാലും പുത്തുംകുരിശ് പോലീസ് ഈ പിതാവിന്റെ സഹോദരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മുൻപ് ചില നടപടിക്രമങ്ങൾ പോലീസിന് തീർക്കാനുണ്ട്. അയാളിപ്പോൾ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യലിൽ അത്തരം കാര്യങ്ങൾ, അതായത് കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോക്സോ അനുസരിച്ചുള്ള വകുപ്പുകളായിരിക്കും ഇനി ഈ ചെറിയസിന് മേൽ ചുമത്തുക. കുഞ്ഞ് നിരന്തര പീഡനത്തിന് ഇരയായി എന്നുള്ള വസ്തുത തന്നെയാണ് പുറത്തുവരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ ഇങ്ങനത്തെ ഒരു സംശയം വന്നത് പോലീസിനെ അറിയിച്ചതോടുകൂടിയാണ് പോലീസ് ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കുന്ന സകലമാന പഴുതുകളും അടച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുഞ്ഞിന്റെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. അന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി സംസ്കാരം നടന്നിരുന്നു. സംസ്കാരത്തിന് ശേഷം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ച ശേഷം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഈ 2 ദിവസ സമയം പോലീസിന് മതിയാവുമായിരുന്നു യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ എന്ന് വേണം പറയാൻ. ഇത്തരം കാര്യങ്ങളുടെ സൂചനകൾ കുഞ്ഞിന്റെ അമ്മയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്നോ? ഇത്തരം ഡിസ്കഷനുകൾ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയാണോ കുഞ്ഞിനെ ഇല്ലാതാക്കി കളയാൻ അമ്മയെ പ്രേരിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പോലീസിന് അറിയേണ്ടത്. അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുക്കും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് 2 ദിവസത്തിന് ശേഷം ഇന്ന് തന്നെ കസ്റ്റഡിയിൽ അപേക്ഷ കൊടുത്ത ശേഷം കസ്റ്റഡിയിലെടുത്ത് വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാൻ അറിയുകയുള്ളൂ. ഇത്തരം ഒരു സാഹചര്യം, അതായത് നേരത്തെയും ഇങ്ങനെയൊരു ഈ പിതാവിന്റെ അനിയൻ ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന കാര്യം കുടുംബത്തിൽ മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നോ? അല്ലെങ്കിൽ പിതാവിനറിയാമായിരുന്നോ? ഇത്തരം ചർച്ചകൾ, അതുമായി ഉണ്ടായിട്ടുള്ള വഴക്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിനുള്ളിൽ നടന്നിട്ടുണ്ടോ? ഈ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് അറിയാമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും, അതായത് പിതാവിനുൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നെങ്കിൽ ആ കാര്യത്തിൽ പോലീസിന് വ്യക്തത വരികയാണെങ്കിൽ ഈ കേസിന്റെ മാനം മാറും. പോക്സോ കേസിന് സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതും അതുപോലെ തന്നെ കുറ്റകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ കുഞ്ഞിന്റെ അമ്മ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും പോലീസിന് വ്യക്തത വരാനുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും പോലീസ്. അതിനുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ പോലീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ പോലീസിന്റെ ഓരോ നീക്കവും അങ്ങേയറ്റം പഴുതടച്ച് തന്നെയായിരുന്നു ഓരോ നീക്കവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ അമ്മയെ ഈ റിമാൻഡിൽ നിന്നും അമ്മയെ ഇന്ന് കസ്റ്റഡിയിൽ ഇന്ന് തന്നെ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് മറ്റുള്ളവരുടെ അറിവോട് കൂടിയിട്ടാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ പോലീസിന് ഇനി അറിയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ, അതായത് ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന ഒരു സമയം വരെ തോന്നുന്നത് രാവിലെ മുതൽ, അതായത് കുഞ്ഞ് മരിച്ച് രാവിലെ മുതൽ ഒരു 5 മണി വരെയും പോലീസ് സ്റ്റേഷനിൽ SP വാർത്താ സമ്മേളനം വിളിക്കുന്ന സമയം വരെയും പോലീസ് സ്റ്റേഷനിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയുണ്ടായിരുന്നു. അത്രയും സമയം പോലീസുകാർക്ക് അവരോട് സംസാരിക്കാനും അത്രയും സമയം ലഭിച്ചിരുന്നു. അതേസമയം അവർ കൃത്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വ്യക്തത വരുന്നില്ല, അവരുടെ ഉത്തരങ്ങൾക്ക് വ്യക്തത വരുന്നില്ല എന്ന് SP പറഞ്ഞിരുന്നു. ഏത് സാഹചര്യമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നില്ല എന്നും കുഞ്ഞിന്റെ അമ്മ പറഞ്ഞിരുന്നു. അങ്ങനെ പറയുമ്പോഴും ഒരു പക്ഷേ ഇങ്ങനൊരു സൂചന അമ്മ കൊടുത്തിട്ടുണ്ടാകാം. അതൊരു പക്ഷേ അതിനുണ്ടായിരുന്ന, അതായത് കുഞ്ഞിനെ മിസ്സിംഗ് ആണ് എന്ന് തുടങ്ങിയ സമയം മുതൽ അമ്മ ഈ പല മൊഴികൾ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നതുകൊണ്ടും അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നൊരു അനുമാനത്തിലും ഒരുപക്ഷെ അത്തരം ഒരു കാര്യത്തിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പോലീസ് വെയിറ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായതോടുകൂടി കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം ഇത് തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇനി തീർച്ചയായും. അതാണ് 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞ് നിരന്തരം ലൈംഗിക പീഡനത്തിനിരയായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുഞ്ഞിന്റെ അടുത്ത ബന്ധു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.